ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ടീം മാസ് മനോജ് വലഞ്ചുഴി, അജേഷ് റാന്നി, സുമി അടിക്കൈ. ഈ പാചകം എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് പാചകം അടിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. വിയർക്കും, ദേഹം വിയർക്കും. ഇവിടെ 100 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എന്താ വിശേഷം എന്നുള്ള കാര്യമൊന്നും എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ എൻ്റെ പാചകം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാ ചേരുവകളും വളരെ ഭംഗിയായിട്ട് ചേർത്തെങ്കിൽ മാത്രമേ കഴിക്കുന്നവർക്കൊരു ഇഷ്ടം തോന്നുള്ളൂ. ആയുർവേദിക് രീതിയിലുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചേരുവകൾ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ തന്നെ വേണം ഉണ്ടാക്കാൻ, അങ്ങോട്ട് പാചകം ഉണ്ടാക്കാനെന്ന് പറയുകയാണ് ഞാനൊക്കെ. അവസാനമായി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർക്കുക, വാരി ഇടുക. ഇതുപോലെ അതിനുശേഷം ചട്ടുകമെടുത്ത് അടിയിളക്കുക. വേഗത്തിൽ ഇളക്കുക. ക്ലോക്ക് വൈസ് ഇളക്കണേ, കരിഞ്ഞു പോകാതെ ഞാൻ ഇളക്കുന്നത് പോലെ ഇളക്കുക. ഇവര് പറഞ്ഞത് ഇപ്പൊ എന്റെ അരയെന്ന് എന്റെ ചന്തി വിട്ടു പോയനായിരുന്നു. ഒരു പ്രത്യേക കാര്യം മറന്നു പോകരുത്, ലൈക്കും കമന്റും ഇടാൻ മറക്കരുതേ. അയ്യോ, നെറ്റ് പോയി. ഏതാണ്ട് സാധനം ഇടാൻ മറക്കല്ലെന്ന് പറഞ്ഞു. എന്ത് സാധനം നാശമല്ലോ. കുഴപ്പമില്ല, ഗ്രാമ്പൂ രമണനെ വിളിച്ചൊന്ന് ചോദിക്കാം. ഹലോ ഗ്രാമ്പൂ രമണ. എന്തുവാടാ കറുകപ്പെട്ട കുട്ടപ്പ? എടാ, ഞാൻ ഇവിടെ ഒരു 100 പേർക്കുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു. നീ എനിക്കൊരു വീഡിയോ ഇട്ടൊന്നില്ലയോ? അത് നോക്കിയാ ഞാൻ ഉണ്ടാക്കിയത്. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുമ്പിള്ള പറഞ്ഞാൽ അതിന്റെ അടിയിലെ ലാസ്റ്റിലെ ഏതാണ്ട് ഇടണമെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേന് കട്ടായി, നെറ്റും പോയി. എന്തോ ഇടണമെന്ന് പറഞ്ഞു, എന്തോ ഒരു സാധനം ഇടണമെന്ന് പറഞ്ഞായിരുന്നു. അണ്ടിപ്പരിപ്പിട്ടായിരുന്നോ? അണ്ടിപ്പരിപ്പിട്ടു. ഉണക്കമുന്തിരി ഇട്ടായിരുന്നോ? ഉണക്കമുന്തിരി ഒക്കെ ഇട്ടോ. പിന്നെന്തോ അല്ലാതെ ഇടുന്നേ? ലക്കോ കമ്മന്റോ എന്തോ പറഞ്ഞൊരു സാധനം ഇടണമെന്ന് പറഞ്ഞായിരുന്നു. അതെന്തോടാ അത്? എടാ പ്രാന്താ, അവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് ലൈക്കും കമന്റും ഇടാൻ അവർ പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത്. എന്റെ പൊന്നു ദൈവം തമ്പുരാനെ, ഞാനിപ്പോ എന്തോ വിചാരിച്ചു കൊടുക്കുന്നത് എബ്രാളപ്പെട്ട് പോയനായിരുന്നല്ലോ. എത്ര പേർ സദ്യ അവിടെ? ഇവിടെ 100 പേരുള്ള ഇതാണ് ബിരിയാണിയാണ് വേണ്ടതെന്ന് പറഞ്ഞത്. ഉണ്ടാക്കിയ നീ 100 പേർക്ക്? 100 പേർക്ക് പറഞ്ഞ് നീ ഇട്ട് തന്ന വീഡിയോ ഇല്ലയോ? അത് 10 പേർക്കുള്ളതാണ് കാണിച്ചത് അവര്. അപ്പൊ ബാക്കി 90 എന്തോ യൂനിയം? ഞാൻ അടുക്കിനടുക്കിന് 10 പേർക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതില്. എടാ മണ്ട, അത് കണക്ക് കൂട്ടി ഒരളവെടുത്തങ്ങ് ചെയ്താൽ പോരായോ? എടാ, അളവും കാര്യങ്ങളും അറിയാമെങ്കിൽ ഞാൻ ഈ പണിക്ക് ഇറങ്ങി വരുന്നത്. തല്ലിക്കൂട്ടി എങ്ങനെയാണ് എനിക്ക് വൈകിട്ട് ഇച്ചിരി പൈസ ഉണ്ടാക്കണടാ. അത് തല്ലിക്കൂട്ടി വെച്ചിട്ടുണ്ടോ? ചുമ്മാ അടിച്ചിട്ട് തിന്നോളൂ അവന്മാരൊക്കെ. നീ വെച്ച ഞാനിവിടെ ജോസഫ് സാറിന്റെ വീട്ടിലെ പാല് കാച്ചി നടക്കും. അതിന് ലൈവ് ആഹാരം ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുക. നീ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ ഇനി? അയ്യോ, അത് പൊന്നു ദൈവമേ. അടുപ്പിനകത്ത് ഊതി വിയർത്തങ്ങ് ശരീരം മൊത്തം. ഇനി സലാഡ് ഉണ്ടാക്കാനുള്ള പാത്രം ക്ലീൻ ആക്കി വെക്കാൻ ഒരാള് ഇതിനകത്തിലേക്ക് ഉണ്ടാക്കി വെക്കണം. ഇനി ഇനി ഇത് കോരി അതിനകത്തോട്ട് ഇടണം. അത് ക്ലീൻ ചെയ്തില്ല. ഇനി കൈ എത്തത്തില്ല, നാശം. എന്തൊക്കെ പ്രയാസങ്ങളാണ് പാചകം. ഇതാരായി നിക്കുന്നേ? വന്നാട്ടെ വന്നിങ്ങോട്ട് കേറിയാട്ടെ. അല്ല, വന്നിട്ട് കേറാൻ പറഞ്ഞത്. പാചകത്തിന് വന്നേന്നോ? അന്ന് ആ കാര്യം നോക്കിയാൽ മതി. ഞാൻ ഇത് ചെയ്തത് വൈകിട്ട് ഫംഗ്ഷന് വരുന്ന ആൾക്കാർ എങ്ങനെ വെൽക്കം ചെയ്യാന്നുള്ള റിഹേഴ്സലാ. എന്തോ ഇപ്പൊ അതിങ്ങോട്ട് വന്നാട്ടെ. അയ്യോ, ഗിഫ്റ്റ് ഒന്നും ഇത്രയും വലിയ ഗിഫ്റ്റ് ഒന്ന് പിടിച്ചു. സത്യം പറഞ്ഞ ഇവർക്ക് തലക്ക് വെളിവില്ലാത്ത ഫംഗ്ഷൻ ആണെന്ന് ഇവിടെ നടത്തുന്നത്. അല്ല, ഞാൻ ഇവിടെ എന്നോട് 100 പേർക്കുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കി തരണമെന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്തുവാ നടക്കുന്നതെന്ന് എന്നോട് പറഞ്ഞില്ല. എന്താ വിശേഷം? ഒന്ന് പിടിക്കണം. അത് ഈ തിരക്കിനിടയ്ക്ക് മറന്നു പോയത് കേട്ടോ. ആക്ച്വലി ഇന്ന് എന്റെ ഭർത്താവ് ഇന്നും കൂടിയേ ഉള്ളൂ. ഒരാളുടെ അവസാനത്തെ ആഗ്രഹമാണോ 100 പേർക്കുള്ള ബിരിയാണി ഒറ്റയ്ക്ക് തിന്നണമെന്ന്? അതല്ല, നിങ്ങൾ അറിയുമായിരിക്കും, PK ക്ഷീണിതൻ വില്ലേജ് ഓഫീസറാ. PK ക്ഷീണിത സാറ്? അതെ. അതെ, കുറെ വർഷങ്ങൾക്ക് ശേഷം 35 കൊല്ലമായിട്ട് സർവീസ് ചെയ്യുന്ന ആളെ ഇന്ന് വിരമിക്കുക. അറിയാം, ഇവിടുത്തെ വില്ലേജ് ഓഫീസിൽ ഇരുന്നിട്ടുണ്ട് ആള്. ഞാൻ പോയിട്ട് സാറിനെ കണ്ടിട്ടുണ്ട്. അതാ, ചോദിക്കുന്ന പൈസ നമ്മൾ തരും. ഫുഡ് നല്ല കൃത്യമായിട്ട് ഉണ്ടാക്കണം. എന്റെ കാര്യത്തിലൊന്നും വിഷമിക്കണ്ട. അടിപൊളി ഫുഡാണ്. കിടക്കനായിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അല്ല, ഈ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ മസാല അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതിന്റെ എന്റെ അച്ഛന്റെ മസാല കൂട്ടാ. എന്റെ അച്ഛനാണ് ഈ മസാലകൾ ഉണ്ടാക്കുന്നത്. അച്ഛൻ ഭയങ്കര മസാലയാ. ആള് വന്നിട്ടുണ്ടോ? അച്ഛനെ 1 കൊല്ലമായിട്ട് വയ്യാതെ കിടപ്പാ. അപ്പൊ ഈ മസാലയൊക്കെ കിടപ്പാ, അതിൽ മസാല ഉണ്ടാക്കാൻ എടുക്കാൻ അവിടെ കിടക്കാം. കഴിവാ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ സദ്യയായിരുന്നു അറിയോ. പരിപ്പ്, പപ്പടം, പായസം, പഴം, തോരൻ. അത് നമ്മുടെ തിരുവല്ലയിലെ ജംഗ്ഷൻ അങ്ങോട്ട് തിരിഞ്ഞെടുത്ത് അവരുടെ വീടായിരുന്നു. അത് ഞാനാ ഉണ്ടാക്കിയത്. ആ സദ്യ ഞാനാ ഉണ്ടാക്കിയത്. പക്ഷെ നിങ്ങളെ അവിടെ കണ്ടില്ലല്ലോ. എനിക്ക് അതിന് ക്രെഡിറ്റ് വേണ്ട.
നടത്തി കഴിഞ്ഞാൽ അന്നേരം ഞാൻ അവിടെ നിന്ന് ജമ്പ് ചെയ്ത് ചാടി പോവാം. അയ്യോ, ഇവിടെ അങ്ങനെ ആ വരുന്നത് വിളമ്പി കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണണം കേട്ടോ. ഇവിടെ എനിക്ക് ക്രെഡിറ്റ് വേണം ജിപേയില്. അത് തരും. ഇന്നലെ ഒരു പാലുകാച്ചുണ്ടായിരുന്നു. എന്റെ കൊച്ചച്ഛൻ ഒരു വീട് വെച്ചു പന്തളത്ത്. 2 നില കെട്ടിടും. എന്തോനാടോ 2 പേർക്ക് താമസിക്കാൻ അത്രയും വലിയ വീട്? സത്യം പറഞ്ഞ ആ വീട് വെച്ചത് ഇഷ്ടപ്പെട്ടില്ലയോ? ആ വീട് മുഖത്ത് വരച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ. എനിക്കെന്തോ അവര് വീട് വെക്കട്ടെ, എനിക്ക് എന്തിന്റെ കാര്യമാ? അവിടെ ഒരു സദ്യ ഉണ്ടാക്കി വെച്ചേക്ക. ഞാനല്ല അത് ഉണ്ടാക്കിയത്. ആരുണ്ടാക്കിയാൽ എന്തുവാ? എന്തോ സദ്യ. സത്യം പറഞ്ഞ് ഈ ജന്മത്തിന് അങ്ങനെ ഒരു സദ്യ കഴിക്കാൻ പറ്റുമോ? എക്സ്പ്രഷൻ മാറ്റി പിടിക്കത്തില്ലായിരുന്നു. എക്സ്പ്രഷൻ മാറ്റി നിങ്ങൾ നല്ല സത്യം പറഞ്ഞു കേട്ടില്ല. അല്ല ഞാനത് ഉണ്ടാക്കിയെന്ന് പറയത്തില്ലായിരുന്നു. അല്ല ഞാനിവിടെ ഉണ്ടാക്കി തരാമെന്നല്ല. അതുപോലെ അതിനെക്കാട്ടി മേളിൽ നിൽക്കണം. അതിനെക്കാട്ടി മേളിൽ നിൽക്കുന്ന പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അത് പൊടി കൈയിട്ടങ്ങനെ ഇളക്കും. കൈയിട്ടങ്ങാണം ബിരിയാണിക്കകത്ത് ഇളക്കിയ കഴിക്കുന്നല്ല പറഞ്ഞേ. പിന്നെ ഞാനൊരു പൊടിക്കൈ വിദ്യ അങ്ങോട്ട് ഇടും. അതങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോണ്ടല്ലോ ഡിസ്പോസിബിൾ പ്ലേറ്റ് കളയാൻ പോലും വേറെ പാത്രത്തിന് ആവശ്യമില്ല. നിങ്ങളത് കുടിച്ചിട്ട് മൂടിയിട്ടേ പോകത്തുള്ളൂ. ഇല്ല, തിന്നാൻ വരുന്ന ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് വരെ തിന്നും. വിരിച്ചേക്കുന്ന ആ പേപ്പർ വരെ ചുരുട്ടി കൂട്ടി ഷവർമ തിന്നും പോലെ തിന്നും. അത്രയ്ക്ക് രുചിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് കുട്ടപ്പ നിങ്ങളോടുള്ള സ്നേഹം കാരണം എന്റെ ഇളയ മോടെ കല്യാണത്തിന്റെ ഫംഗ്ഷൻ ഇതുപോലൊരു ബിരിയാണി വെക്കാൻ ആള് വന്നു. അയാളത് മൊത്തവും കരിച്ച് കുളവാക്കിയിട്ടാ പോയത്. പിന്നെ വന്നവര് പോയവരും എല്ലായിടത്തും അങ്ങ് പഞ്ഞിക്കിട്ടു. അവസാനം ഒന്ന് കാണണമായിരുന്നു. കഴുകി വാരി വെച്ച കോഴിയെ പോലെ അയാൾ ഇരുന്നത്. ഈ അടിയുടെ ഇടയ്ക്ക് ഈ പൊടി വറക്കുന്ന കാരണം വ്യക്തമായിട്ട് കണ്ടില്ല. എന്നാലും മുഖത്ത് ഇവിടെ കണ്ടൊരു മാർഗമുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. ആ സംഭവം എന്നാ നടന്നേ? കൊച്ചിന്റെ കല്യാണം ഡിസംബർ 22 കഴിഞ്ഞ വർഷം ഡിസംബർ 22 അച്ഛനോട് ഞാൻ പലതവണ ചോദിച്ചു, അച്ഛാ എവിടെന്നാ ഗീറ് മാച്ച് കിട്ടിയെന്ന്. അച്ഛൻ പറയാ പട്ടി ഓടിച്ചാന്ന്. പക്ഷെ ഞാൻ അതുപോലല്ല. ഞാൻ കിടക്കാച്ചി ബിരിയാണി ഉണ്ടാക്കുവാനാ. ഞാൻ ബിരിയാണി ഉണ്ടാക്കി അച്ഛൻ്റെ അടപ്പ് അങ്ങോട്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മണമുണ്ടല്ലോ, കരിഞ്ഞ മണം. അയ്യോ, ഇവരോട് കാര്യം പറഞ്ഞു ബിരിയാണി മൊത്തം കരിഞ്ഞ്. ഞാനിപ്പോ എന്ത് ചെയ്യും എന്റെ പോലെ? അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യും? രക്ഷപ്പെടാൻ മാർക്ക് ഞാൻ അവനെ വിളിച്ചു ചോദിക്കാം. എടാ രമണ, കറുകപ്പെട്ട കുട്ടപ്പ, അടുക്കി പിടിച്ചാൽ എന്തോ ചെയ്യൂടാ? അടിച്ചവന്റെ ചെവിക്കല്ല് പൊട്ടിക്കണം. അതല്ലെന്ന്, ബിരിയാണി അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന്. അയ്യോ, ബിരിയാണി അടുക്കി പിടിച്ചോ? അടിച്ചു പിടിക്കണോ? അവ കുളവാക്കിയില്ലോ. നീ ഒരു കാര്യം ചെയ്യ്. സ്പ്രേ ഇരിപ്പുണ്ടോ കയ്യില്? സ്പ്രേ പെർഫ്യൂമോ? നമ്മൾ കുളിച്ചിട്ടൊക്കെ ദേഹത്തടിക്കത്തില്ല സ്പ്രേ. അതെന്തായാലും ഞാൻ കുളിക്കാതെ നടക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ അടിക്കും. അതെന്തായാലും ഒരു കാര്യം ചെയ്യ്, പ്ലേറ്റിനകത്തോട്ട് മണ്ടയ്ക്ക് മൂന്ന് ഇച്ചിരി ബിരിയാണി കോരിയിട്ടിട്ടേ മണ്ടയ്ക്ക് ഇച്ചിരി സ്പ്രേ അടിച്ച് വെച്ചാൽ മതി. കരിഞ്ഞ മണം അടിക്കത്തില്ല. അതൊക്കെ തിന്ന് കഴിഞ്ഞാൽ വയറ്റിൽ നിന്നൊക്കെ ഭയങ്കര ലൂസായിട്ട് പോവുകയും ചെയ്യും. ഭയങ്കര വിഷമാ. വേണ്ടടാ, അത് വേണ്ടടാ. ബിരിയാണി കുളമായാൽ അവര് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും. വയറിന് പിടിച്ചില്ല അവർ ബാത്റൂമിൽ പൊക്കോളും. ഏതാ വേണ്ടത് നിനക്ക്? ബാത്റൂമിൽ പോകുന്നതാണ് നല്ലത്. എന്നാ ഞാൻ പറഞ്ഞ പോലെ സ്പ്രേ അടിച്ചങ്ങ് വെച്ചാൽ മതി. വെക്കല്ലേ. എന്താടാ ദോശക്കല്ലെ പറ്റിയാൽ എന്തോ ചെയ്യും നമ്മള്? അവിടെ ഈ പരിപാടി നടക്കും ഇല്ലയോ? ദോശക്കല്ലെ പറ്റി പിന്നെ എന്തോ ചെയ്യും? കാര്യം ചെയ്യും. കല്ലെ പറ്റിയ ദോശ എന്ന് ചുരുട്ടി എടുത്തിട്ട് പുഴുക്കാന്ന് പറഞ്ഞിട്ട് വിളമ്പ്. ഐഡിയ. ഞാനിപ്പോ ഇവിടെ നീ പറഞ്ഞ ട്രിക്ക് ഒന്ന് ചെയ്യാം. ഓക്കെ. ദൈവമേ, അവരുള്ളത് കൊണ്ടാ. അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഇവരുന്ന് ഷവർമ ഉണ്ടാക്കി തിന്നാനെ, പുഴുക്കി തിന്നാനായിരുന്നു. അതെ, ബിരിയാണി ശരിയായോ? ടേസ്റ്റ് നോക്കാനായിരുന്നു. ആവുന്നേ ഉള്ളൂ. ഫോറിൻ ബിരിയാണിയാ. എനിക്ക് തന്നെ ആദ്യം തരണം കേട്ടോ. ചേച്ചി അപ്പുറത്തെങ്ങാനും പോയിട്ട് എന്തൊരു പണി ചെയ്യേ കേട്ടോ. അല്ല, തിന്ന് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ മാത്രമേ ഞാൻ വിളമ്പത്തുള്ളൂ. എനിക്കൊരു അനുഭവം വന്നു, അതുകൊണ്ടാ. എനിക്കറിയാം. വരുന്നവരെല്ലാം തിന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ കുശുമ്പില്ലേ അത്? അതുകൊണ്ടൊന്നും അല്ലെന്ന്. നല്ല ആണോ ഇല്ലയോ നോക്കിയിട്ടേ ഞാൻ വിളമ്പത്തുള്ളൂ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ചെയ്തോണ്ടിരിക്കുന്ന എന്നെ ശല്യം ചെയ്തേ. സൂക്ഷ്മത്തുള്ള ശബ്ദം കേട്ടപ്പോ ഒരു കശുവണ്ടി തലപൊക്കി നോക്കുന്നു. എന്റെ പൊന്നു ദൈവം തമ്പുരാനെ, ഇന്ന് ഈ ബിരിയാണി ഇവിടെ വിളമ്പാൻ ഇട വരുത്തരുത്. കൊണ്ട് കളഞ്ഞാക്കാൻ ഓർമ്മതൻ വീതിയിൽ എന്നെ എന്നെങ്കിലും കാണും. ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും. അങ്ങനെ 35 വർഷത്തെ സുത്യർഹമായ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം പറഞ്ഞൊപ്പിച്ചു. ഈ PK ക്ഷീണിതൻ ഇന്ന് സർവീസിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ്. ഒറ്റ വിഷമമുള്ളൂ എനിക്ക്. ആ തുരുമ്പ് പിടിച്ച ബൊലോറയിൽ ഇനി കയറാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം. അച്ചാരിയിരിക്കുന്ന പ്ലാസ്റ്റിക് കസേരയുടെ ആ വിടവിന് വിരലിട്ടിങ്ങനെ കളിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമം. പോട്ടെ, ഇനിയുള്ള കാലം ഭാര്യയുടെ മക്കളെയും കൂടെ സുഖമായിട്ടിരിക്കാം. സുശീലേ, അയ്യോ, ഞാൻ എന്താ ഈ കാണുന്നത്? എനിക്കിത് കാണാൻ വയ്യ. എന്നെ കാട്ടി വിഷമോ എന്റെ ഭാര്യക്ക്? ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? നീ വിഷമിക്കണ്ട. ഇനിയുള്ള കാലം എന്നോടൊപ്പം വേറൊരു പെണ്ണും കൂടെ അല്ലേ? എവിടെ കൊണ്ടുപോയി നിങ്ങൾ? നിങ്ങൾ എന്താ പറഞ്ഞിട്ടാ ഇവിടെ
നിങ്ങൾ എവിടെ നിൽക്കുവാടി? കേറി വാടി ഇങ്ങോട്ട്. എന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഞാൻ വെറുതെ വിടത്തില്ലടി. ഇവിടെ മുറ്റം തൂക്കുന്ന ചൂലുണ്ട്, പുട്ടുകുത്തുന്ന കമ്പുണ്ട്, ചപ്പാത്തി പറത്തുന്ന പലകയുണ്ടടി. പുതിയ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെന്ന് പറ. ആ പുതിയ ഇൻഡക്ഷൻ കുക്കർ ഞാൻ കാണിച്ചു തരാടി. അടുത്ത ആഴ്ച നമ്മള് പുതിയ കാറ് വാങ്ങിക്കുന്നു. അടുത്ത ആഴ്ച. എന്തുവാ നീ ആരണ്ടോട് പൊങ്ങച്ചം പറയുമല്ലേ? പൊങ്ങച്ചം പറഞ്ഞൊന്നുമല്ല. പിന്നെ നിങ്ങൾ ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വന്നില്ലേ, അവളെ അവിടെ കണ്ട് ഒളിപ്പിച്ച് നിർത്തിയേക്കോല്ലയോ? അവളോട് ഞാൻ പറഞ്ഞതാ. ഞാൻ കെട്ടിക്കൊണ്ട് വന്നു. ആര് പറഞ്ഞു എന്നോട്? വേണ്ട, മാലയെ പൊക്കെ. ഇത് കെട്ടിയ ഒരു കല്യാണത്തിന്റെ മാലയാണോ ഇത്? പിന്നെന്തോ ഇത്? എന്റെ പൊന്നു മോളെ, ഇന്ന് എന്റെ ഫംഗ്ഷൻ അല്ലായിരുന്നോ? എന്തുവാ? ഇന്ന് എന്റെ ഓഫീസിലെ ഫംഗ്ഷൻ അല്ലായിരുന്നോ? റിട്ടയർമെന്റ് ഫംഗ്ഷൻ. അതാ താളത്തിൽ അങ്ങ് മുക്കി. അപ്പൊ എന്റെ സഹപ്രവർത്തകര് ആദര സൂചകമായിട്ട് എനിക്കിട്ട മാലം ബുക്ക് ചെയ്ത്. ഞാൻ വിശ്വസിക്കത്തില്ല. ആണെന്ന് സത്യമായിട്ടും മാലയും ഒക്കെ ഇടുവോ? വേറെ സംഭവം ഉണ്ട്. എന്തുവാ? തുണിയിട്ട് മാമന്റെ തന്നായിരുന്നു. അപ്പൊ ഇതുവരെ തുണിയില്ലാതെ മാമൻ നടക്കുമായിരുന്നോ? വിവരം കെട്ടവളെ എന്തോ ഒരു മാമന്റെ ആണോ? അല്ലെന്നു മാമന്റെ തന്നു. ഇത് മാമന്റെ അല്ല, മൊമന്റോ. ഈ സംഭവം തന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ് ഒക്കെ? ഒന്നും പറയണ്ടേ, വില്ലേജ് ഓഫീസിന്റെ പടി ഇറങ്ങിയപ്പോ എന്റെ കണ്ണങ്ങ് നിറഞ്ഞു. തട്ടിയടിച്ച് വീണോ? എടി, എന്റെ ജീവനക്കാരന്റെ എന്തോ കരച്ചില്ലായിരുന്നറിയാമോ? ഓ ആണോ? തൂക്കാൻ വരുന്ന തുളസി വില്ലേജ് ഓഫീസിന്റെ മൂലയ്ക്ക് ചാരി നിൽക്കുക. ഇതിന് ചൂലിന് കൂട്ടിരിക്കത്തേ ഉള്ള അവളുടെ കരഞ്ഞു. കോരാൻ വരുന്ന കോമളം ആ മൊസൈക്ക് തറയെ കിടന്ന് മൊസൈക്ക് എണ്ണിക്കറിയും അറിയാമോ? വാരാൻ വരുന്ന മനസ്സില ഭിത്തിയെ തലയിട്ട് അടിക്കുക. പല്ല് മിക്കവാറും തെറി വിളിക്കുവോളെ ഭിത്തിയിട്ട് കൊടുക്കുന്നതിന്. എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയാം? എന്തുവാ? എന്റെ ഇടത്ത് സൈഡ് ഇരുന്നില്ലേ സൂസി, അവിടെ കരച്ചിൽ കണ്ടപ്പോഴാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. കാരണം അവളെന്റെ സുനാഗ്രാഫി ആയിരുന്നല്ലോ, ഇപ്പോഴല്ലേ ക്ലർക്കായതവള്. ഞാൻ പറഞ്ഞു കൊടുക്കും, പണ്ട് ടൈപ്പിങ്ങിനെ ചെയ്യുമായിരുന്നു. സ്റ്റെനോഗ്രാഫർ. അത് തന്നെ, അതാണ് എനിക്ക് ഏറ്റവും വിഷമമായി പോയത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഓഫീസിൽ ആണുങ്ങൾ ആരും ജീവനക്കാരായിട്ട് ഇല്ലയോ? 4 പേരുണ്ട്. അവന്മാര് നെഞ്ചത്താറൈറ്റും പാടും വെച്ച് സാധനം ചെയ്യാൻ വെള്ളത്തിലിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ അവന്മാരെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല, അവന്മാരെ എന്നെയും ചെയ്യത്തില്ല. അതങ്ങനെ ചില ആൾക്കാർ ഈ കോഴിത്തരം ഉള്ളവരോട് മിണ്ടത്തില്ല. എന്താണ്? അല്ല, മറിച്ചിട്ട് കളയുവോ? കോഴിക്കറിയും ബിരിയാണിയും ഒക്കെ ഇങ്ങനെ തയ്യാറായി വരുന്നുണ്ടെന്ന് പറയുമായിരുന്നു. എല്ലാം സെറ്റായി. എല്ലാം സെറ്റായി. ഏകദേശം ഒരു 100 പേർക്കുള്ള ഫുഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടി, എന്റെ ഓഫീസിൽ നിന്ന് ഒരു 30 പേര് വരും. പിന്നെ ഒരു 20 സമരക്കാരും വരും. സമരക്കാരോ? ആ, എന്നെ ഇന്ന് തടഞ്ഞു വെക്കാൻ വന്ന്. കൈക്കൂലി വീരാ നേതാവേ, നിന്നെ ഞങ്ങൾ കണ്ടോളാന്ന് പറഞ്ഞു. ആ, നിങ്ങൾ എന്തിനാ ഈ സമരക്കാരനെ എന്തിനാ കൈക്കൂലി മേടിച്ചത്? സമരപ്പന്തൽ കെട്ടിന് തറവാട വാങ്ങിച്ചതുള്ളൂ, കൈക്കൂലി വാങ്ങിച്ചില്ല. എന്റെ ദൈവമേ. ആ, അമ്മരെ തടഞ്ഞു വെക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, മര്യാദയ്ക്കാണെന്നാ നല്ലതാ, വൈകിട്ട് വീട്ടിലോട്ട് വന്നാൽ ബിരിയാണി തരാം. അന്നേരം കൊടിയും മടക്കി കല്ലെല്ലാം പറക്കി സഞ്ചിക്കകത്ത് വിട്ട് വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 30 പേരോ 50 പേർക്കുള്ള ബിരിയാണി മതി. എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാ ഇങ്ങനെ അതും ഇതും പറയുന്നത്. നിങ്ങളുടെ നാക്ക് സ്ലിപ്പ് ആവുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്തുവാ? നിങ്ങൾ ഓഫീസിൽ നിന്ന് വന്നപ്പോ മീനിങ് ഇല്ലയോ? ഇന്ന് എന്റെ ഫംഗ്ഷൻ അല്ല, റിട്ടയർമെന്റ് ഫംഗ്ഷൻ. ഞങ്ങൾ സന്തോഷത്തിന് വേണ്ടി താഴത്തെ റബ്ബർ തോട്ടത്തിൽ പോയിരുന്നു 2 അടിച്ചു. വലിയ മനുഷ്യ ഒരു വില്ലേജ് ഓഫീസായിട്ട് റബ്ബർ തോട്ടത്തിലൊക്കെ പോയി ഓടിക്കും. ഞാൻ വിശ്വസിക്കത്തില്ല. എന്തോ നാണക്കെടാനാ. എടി, ഈ വില്ലേജ് ഓഫീസിന്റെ പുറകിലുള്ള റബ്ബർ തോട്ടത്തിൽ വന്ന് നോക്കും. ഈ ഉടുക്കിന്റെ ഷേപ്പ് ഡിസ്പോസ് ഗ്ലാസ് ഞളങ്ങി കിടപ്പുണ്ട്. അത് ഞാൻ കുടിച്ച ഗ്ലാസ്സാണ്. എന്താ ഇറങ്ങി നടക്കുക? മമ്മട്ടി ഉണ്ടായിരുന്നു ചേച്ചി. മണ്ണട്ടി എന്താ? മമ്മട്ടി അത് അവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടി കുഴിയിടാൻ വേണ്ടി. അത് വേസ്റ്റ് ആയില്ലല്ലോ, വിളമ്പിയെല്ലാം കഴിയിട്ട് എന്നിട്ടല്ലേ വേസ്റ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ പാചകക്കാരൻ. എന്താ പേരെന്ന്? കറുകപ്പെട്ട കുട്ടപ്പൻ. എന്റെ ചെവിക്കല്ല് പൊട്ടിക്കോളാം. എല്ലാം ഓടിച്ചാടി നിക്കണം കേട്ടോ. ആ ടാങ്കും ആ കാര്യങ്ങളും എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓടിച്ചാടി ഞാൻ പോട്ടെ. പൈസ പൈസ ഇത് കഴിയട്ടാ. വിളമ്പ് കഴിഞ്ഞിട്ടേ സമാധാനമായിട്ട് പിരിയാം. അത് കഴിഞ്ഞു. അല്ല, ഇപ്പൊ കഴിയും. ഞാൻ പോകാനുള്ള പൈസ തരാം. നീ അവിടെ നിൽക്കേ. ഇതേ, ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമല്ലേ? എന്താ? അവൾ അറിയരുത്. എനിക്ക് വേണ്ടായിരുന്നു. വേണ്ട. ആടാ, എനിക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല. ഈ സ്നേഹം ഞാൻ പണ്ട് വില്ലേജ് ഓഫീസിൽ വന്നപ്പോ കാണിച്ചില്ല. വില്ലേജ് ഓഫീസിൽ നീ വന്നിട്ടുണ്ടോ? എന്തിന്? ഞാൻ വില്ലേജ് ഓഫീസിൽ വന്ന് കയറി ഇറങ്ങി പോയിട്ടുണ്ട്. നീ എന്തോ കാറ്റായിരുന്നോ കയറി ഇറങ്ങി? സാറേ, ഞങ്ങളെ ആ മുണ്ടക്കാമ്പുരിപ്പ് ആ ഭാഗത്തെ എന്റെ വീട്ടിലോട്ട് വഴി പോന്ന ഇടുങ്ങിയ വഴിയാ. അതിന്റെ വീതി കൂട്ടാൻ വേണ്ടി സാറൊന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്നായിരുന്നു. അതെന്തോ ഒരു സംഭവം. വഴിയുടെ വിഷയം എന്തോ? വഴിയുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. ആ വീതി കുറഞ്ഞ വഴി എന്ന് വീതി കൂട്ടി തരാൻ വേണ്ടി സാറിന്റെ റബി വന്നത്. കാരണം വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പണിയും കഴിഞ്ഞ് വൈകിട്ട് അങ്ങോട്ട് കയറി പോകുന്ന വഴിക്ക് അവിടുന്ന് രാധിക ഇറങ്ങി വരുവേ. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക് പോകാനുള്ള സ്ഥലമില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് ഉരച്ചു വെച്ചോണ്ടായിരുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ വഴിക്ക് ഒരു വീതി കൂട്ടാൻ വേണ്ടിയായിരുന്നു, ഞങ്ങള് ഉരപ്പ് മാറ്റാൻ വേണ്ടിയുള്ള ആ വീതി കൂട്ടാൻ വേണ്ടിയായിരുന്നു സാറിന് പറയുന്നത്. അത് റീസർവ് പ്രകാരം നടക്കുന്ന കാര്യങ്ങൾ അന്നാ പറഞ്ഞല്ലോ. ഇപ്പൊ എന്തോ ആ വഴിയുടെ കാര്യം? ഞാനിപ്പോ ഒരു പരിപാടിയായി. എന്തുവാ? അങ്ങനെ ഉരച്ചുരച്ച് ഞാൻ അവളെ അങ്ങ് കെട്ടി. പൈസ തരാടാ. നീ ഉറം കടിക്കുന്ന സാറ് ചെറുപ്പം മുതലേ വില്ലേജ് ഓഫീസർ ആയിരുന്നോ? എടാ, 20ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ വില്ലേജ് ഓഫീസിൽ ആയിട്ട് എനിക്ക് ജോലി കിട്ടിയത്. എവിടായിരുന്നു? അന്ന് ഞാൻ വൈക്കത്തായിരുന്നു. ഞാൻ വൈക്കത്ത് വില്ലേജ് ഓഫീസറായിട്ടിരുന്നപ്പം ചെമ്പിൽ നിന്ന് ക്ലാര വരുമായിരുന്നു. ചെമ്പിൽ നിന്ന് ക്ലാര അല്ലല്ലോ, ക്ലാവല്ലേ വരുന്നത്.
ഈ ചെമ്പല്ല, പിന്നെ? വൈക്കത്തിനടുത്തുള്ള സ്ഥലമാണ് ചെമ്പ്, നമ്മുടെ മമ്മൂക്കയുടെ സ്ഥലം. ഓ, വൈക്കത്തടുത്തുള്ള ചെമ്പ്. ചെമ്പ്. ആ ചെമ്പിൽ നിന്നും ക്ലാര വരുമായിരുന്നു. ഞാൻ വില്ലേജ് ഓഫീസർ, അവൾ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ. അങ്ങനെ ഞാനാണ് ആ കൊച്ചിനെ പണിയെല്ലാം പഠിപ്പിച്ചത്. ഞാനൊന്ന് ചുമച്ചാൽ അവക്കറിയാം സാറിന്റെ പനിയാണ്. അതല്ലെന്നു എന്റെ അർത്ഥത്തിലാണ് ഞാൻ ചുമക്കുന്നത്, അവക്കറിയാം. സാറിന് ആ പെണ്ണിനോട് ചെറിയൊരു ടച്ച് ഉണ്ടായിരുന്നു. ഇവരെ ഈ പിത്തക്കാടിയെ കേട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മ വെച്ച കാലം മുതൽ എന്നെ ആ പന്ന തന്ത പറഞ്ഞു. PP ശ്രീനിധിനുള്ളതാണ് സുശീല ദേവി, സുശീല ദേവിക്കുള്ളതാണ് PP ശ്രീനിധി പറഞ്ഞിട്ട് മേളി പോയി. പൈസ പൈസ അവിടെ തരാം. നീ ചോദിക്കുന്ന പൈസ അല്ല നിനക്ക്. നിനക്ക് എന്റെ ഉടുപ്പ് വേണം? എനിക്ക് ഉടുപ്പൊന്നും വേണം. ഞാൻ തരും നിനക്ക്. എനിക്ക് ചേരത്തില്ല ഓഫീസറുടെ. നിനക്ക് വാച്ച് വേണം നിനക്ക്? എനിക്ക് വാച്ച് വേണ്ട. വാച്ച് പൈസ തരാം സാറേ. ഇതിനിപ്പോ നിങ്ങൾ വിളമ്പി തിന്നുവോ ഇളക്കി പറിച്ച് തിന്നുവോ ചെയ്യും. ഞാൻ പോട്ടെ സാറേ. നിനക്ക് പാൻറ് വേണം, ഞാൻ ഊരി തരാം. എനിക്ക് പാൻറ്റൊന്നും വേണ്ട. എനിക്ക് പാൻറ്റൊന്നും വേണ്ട. തരടാ, ഞാൻ വേണം. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. പൈസ എടുത്തോണ്ട് താ. ഇപ്പൊ പൈസ എടുത്തോണ്ട് പറയാം ഞാൻ. എന്തൊരു ഗതികേടാന്ന് ചോദിച്ചാ. ഇതെന്താ കോലമായത്? എന്തുവാ പാട്ടിലേക്കാണ് മനുഷ്യ. പാഞ്ചു പോയി. ആൾക്കാര് കൂടുന്നതാണ് വന്ന് നിങ്ങൾ പിന്നെ കുടിച്ചോ? പിന്നെ കുടിച്ചില്ല. അയ്യോ, ഞാൻ വരെ ഫിറ്റ് ആവുന്നു. എന്തോ മനുഷ്യ ഇത്? എന്താ ഇത്? പൈസ കൊടുക്കും ചെറുക്കൻ. പൈസ പൈസ കൈ എടുക്കരുത്. റിട്ടയർഡ് വില്ലേജ് ഓഫീസർ അടിക്കല്ലേ? എടുക്കോ? എനിക്കറിയാം എന്തോ ചെയ്യേണ്ടതെന്ന്. ആ പെണ്ണുമ്പിള്ള വന്ന് ബിരിയാണിയും പൊക്കും. എന്റെ ദൈവമേ. മനുഷ്യ, നിങ്ങൾ കുടിപ്പിച്ചാടോ? ഞാൻ കുടിപ്പിച്ചില്ല. കള്ളം പറയരുത് കേട്ടോ. ഞാൻ കുടിപ്പിച്ചില്ല. ഞങ്ങൾക്ക് പൈസ വേണോ? ഇപ്പം പൈസ അങ്ങനെ തരത്തില്ല. പിന്നെ? പൈസ ഇപ്പോഴല്ലല്ലോ തരുന്നത്. ജോലി ചെയ്ത് എന്താണ് ആ ചെറുക്കനെ പറയുന്നേ? ആ ചെറുക്കൻ ഇവിടെ അവന് നമുക്ക് വേണ്ടി അവൻ ബിരിയാണി ഉണ്ടാക്കാൻ പൈസ ഉമ്മായിരുന്നു ഞാൻ. ഉമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വരുന്ന ആൾക്കാരുടെ മുമ്പിൽ തന്നെ നാണം കെടുത്താനാ പ്രാണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ഞാൻ നടത്തുന്നില്ല. ബിരിയാണി എടുത്താൽ കളി ഞാൻ പറഞ്ഞേക്കാം. ഈ ബിരിയാണി എടുത്ത് കളയോടി. എനിക്ക് ഇറങ്ങി ചേച്ചി. മോശമായി ഇന്ന് ഫംഗ്ഷൻ നടക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പാചകത്തിന് വന്നാണ് ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടേണ്ട കാര്യമില്ല കേട്ടോ. ആൾക്കാർ ചേച്ചി മിണ്ടാതെ. പൈസ പൈസ സാർ പൈസ. പോയി അത് ശരിയാക്കണോ. എന്റെ പേരില് മാത്രമേ ഉള്ളൂ ശ്രീനിധൻ. നിനക്കെന്റെ സ്വഭാവം ശരിക്കും അറിയാൻ പാടത്തില്ല കേട്ടോ. ഈ ആൾക്കാർ വരുമ്പോ ഞാൻ എന്നോട് സംസാരിക്കാൻ സംസാരിച്ചാ നീ എന്താ ചെയ്യും? ചുമ്മാ ആൾക്കാർ മുമ്പിൽ നാണം കിട്ടാനായിട്ട് കേട്ടോ. പൈസ കുത്തോടുത്ത് ഇവിടെ കൊണ്ടാക്കി വെച്ചേക്കോ. കഷ്ടമാന്ന് പറ. അപ്പൊ ഇതായിരുന്നു ഇവിടെ പരിപാടി. അല്ല പരിപാടി ഒന്നുമില്ലായിരുന്നു. അയ്യോ സാറേ, സോറി സാറേ. ഞാൻ ഇല്ല ഇപ്പൊ കൊടുക്കാം. എന്തോ ക്ഷീണത സാർ എന്ത് ചെയ്യുന്നു? എനിക്കറിയത്തില്ല. നിങ്ങളോട് അങ്ങോട്ട് വന്നല്ലോ. ക്ഷീണത ചേട്ടോ, സാറേ. ക്ഷീണത ചേട്ടോ, സാറേ. ക്ഷീണത ചേട്ടോ, സാറേ. സാറേ. ക്ഷീണിത ചേട്ടോ. സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഞാൻ പറഞ്ഞേക്കാം, വിഷയം ഞാൻ അറിയിച്ചേക്കാം. സാറ് വരത്തില്ലേ? 7:30 വരത്തില്ലയോ? സാറിനോട് പറഞ്ഞിട്ട്. പറഞ്ഞേ. ഓക്കെ. ശരി. സാറെന്തിയോടും? സാർ നിങ്ങളോട് അങ്ങോട്ട് വന്നു. ഞാൻ കണ്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങളെ കുടുംബക്കാരത്തെ അറിവില്ല. ഞാൻ അപ്പുറത്ത് പോയായിരുന്നു. മതി. കള്ളം പറയുന്നത് ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നിന്നിട്ടാ ഞാൻ അകത്തോട്ട് പോയത്. സാറെന്തിയെ? സാറിനെ ഞാൻ കണ്ടില്ല ചേച്ചി. സത്യമായിട്ട് ഞാൻ കണ്ടില്ല. നിരപരാധിയാ. ഞാൻ കണ്ടില്ല. എന്തെങ്കിലും അബദ്ധം പറ്റിയോ? ഒരു അബദ്ധം പറ്റിയായിരുന്നു. അതല്ല ബിരിയാണി കഴിച്ച കാര്യം. എനിക്കറിയത്തില്ല. ഞാൻ കണ്ടില്ല. ആൾക്കാർ വരുമ്പോ ഞാൻ സമാധാനം പറയണതാണ്. നിങ്ങൾ കൊന്നതാ. നിങ്ങൾ കൊന്ന് കുഴിച്ചിട്ടതാ അങ്ങനെ. പോലീസിനെ ഞാൻ വിളിക്കാം. സാറിന്റെ നിങ്ങൾ പോലീസിനെ വിളിക്കുക. ഞാൻ നിരപരാധി. ഞാൻ കണ്ടില്ല. നിങ്ങൾ കൊന്നു. ഇയാൾ വന്നപ്പോ മുതൽ പൈസ ചോദിക്കുന്നേ. നിങ്ങൾ പോലീസിനെ വിളിക്കുക. നിങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞോളാമല്ലോ. ഹലോ, SI ആണ്. ആരാണ്? അയ്യോ, ഹലോ വെക്കുന്നതിന് മുമ്പ് സാറോട് ഉണ്ടായിരുന്നോ? എന്റെ ദൈവം, എനിക്ക് വയ്യ. സാർ അലേർട്ടാണല്ലോ സാറേ. എത്രയും വേഗം ഇങ്ങോട്ടൊന്ന് പറഞ്ഞു. ഇവിടെ ബിരിയാണിയും ഫംഗ്ഷനും ഒക്കെ ആയിട്ട് ചെറിയ പരിപാടി നടക്കുവാണേ. പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് സാറ് പറഞ്ഞു. അയ്യോ മാഡം, വരാൻ തീരെ സമയമില്ല. ഞാൻ ഇന്ന് മന്ത്രി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉച്ചയ്ക്ക് വെയിൽ കൊള്ളാൻ പോണം ടൗണിൽ. അയ്യോ, അങ്ങനൊന്നും പറയല്ല സാറേ. ഇവിടെ നമ്മൾ വെയിൽ എങ്ങനെയാന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാം സാറേ. ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ സാറേ. ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ. ഒരു ഫംഗ്ഷൻ നടക്കുന്ന വീടാ സാറേ. ഒന്ന് വരാൻ പറ്റും സാറേ? എന്റെ ഭർത്താവിനെ കണ്ടുപിടിച്ച് വന്നിട്ട് പോയാൽ മതി കേട്ടോ. ഞാൻ എനിക്ക് അറിയത്തില്ലല്ലോ. കൂടുതൽ സംസാരിക്കട്ടെ. ആ ഡ്യൂട്ടിയിലാണ്. ശരി, ഞാൻ വിളിക്കാം സാർ ഉച്ചയ്ക്ക്. ഓക്കെ സാർ. എന്തായിരുന്നു വിഷയം? സാറേ, എന്റെ ഭർത്താവിനെ കാണുന്നില്ല. അങ്ങനെ പറഞ്ഞല്ലോ. ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞല്ലേ വിളിച്ചത്? അല്ല, ബിരിയാണിയും ഫംഗ്ഷനും ഒക്കെ ആണ്. എന്റെ ഭർത്താവ് വില്ലേജ് ഓഫീസർ റിട്ടയർഡ് ആയ ദിവസം ആളിനെ കാണുന്നില്ല. ഓക്കെ, കാണാതായപ്പോ ആരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ? അയാള് ഉണ്ട്. അയാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
എന്താ തുള്ളുന്നെന്തോ? ഇയാളോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇവർ രണ്ടുപേരോട് ഇവിടുന്ന് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ആളിച്ചിരി മോശമാ. കുടിച്ചോടാ നീയും പുള്ളിക്കാരനോടെ? ഞാൻ കുടിച്ചു, പുള്ളിയാ കുടിച്ചത്. അന്നേരം ഇവര് തമ്മിൽ വഴക്കുണ്ടായി സാറേ. അന്നേരം എങ്ങോട്ടാ പോയെന്ന് കണ്ടില്ല. എന്റെ ബലമായ സംശയം ടച്ചിങ് ഇല്ലാത്തതിന് നീ പുള്ളി എടുത്ത് എനിക്ക് ഇഷ്ടമല്ല പുള്ളിയെ തിന്നുന്നത്. വഴക്കുണ്ടോ ഇവര് തമ്മിലല്ലേ? ഇവര് തമ്മിൽ വഴക്കുണ്ടായിരുന്നു. PF-ന്റെ സ്ഥാനത്തിന്റെ പെൻഷൻ പറഞ്ഞിട്ട്. അതെന്താണ് മാഡം എന്നോട് പറയാതിരുന്നത്? എന്താണ്? ചട്ടിങ്ങലാകുമ്പോ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. അത് വേറെ ആളോട് പറഞ്ഞു അവർ നാട്ടുകാരോട് പറഞ്ഞ് നാണം കെടുത്താനോ? അയ്യോ, നിങ്ങൾ പറയുന്ന കാര്യം നാട് മൊത്തം പറയാൻ നിങ്ങളുടെ അപ്പുറത്തെ ഓമനച്ചയല്ലേ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നോക്ക്, ഇത് നോക്ക്. ഓ, ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിക്കാനാ എന്റെ തൊപ്പിയുടെ മണ്ടയ്ക്ക് ട്രീ ഇരിപ്പുണ്ട്. കാണുന്ന പെണ്ണുപിള്ള നിൽക്ക. എന്റെ ഭർത്താവിനെ കാണുന്നില്ല. എനിക്ക് ഇയാളെ സംശയം. എങ്ങനെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാണ്. കറക്റ്റ് ടോണ്. ഭർത്താവിനെ കാണാൻ പോയ പെണ്ണുമ്പിള്ളയുടെ കറക്റ്റ് ടോൺ ഇതാണ്. ഇത് പിടിച്ചോണം കേട്ടോ. ഒന്ന് കണ്ടുപിടിച്ചാ സാറ്. അപ്പൊ ഇവൻ സത്യം പറയടാ, പുള്ളിയുടെ PF-ന് വേണ്ടി നീ കൊന്നതല്ലേ? ഈ പെൺപിള്ള പറഞ്ഞത് അതിനോട് പറഞ്ഞു നിങ്ങൾ ആരും നോക്കട്ടെ. ഈ പോകാൻ പറഞ്ഞു ഞാൻ അപ്പുറത്ത് കുഴി എടുക്കുവായിരുന്നു. കുഴിയെടുത്ത് എന്തിനാ? വേസ്റ്റ് കുഴി വേസ്റ്റ് ഇടാൻ വേണ്ടി ബിരിയാണി നിന്ന് കഴിയുമ്പോ ഒറ്റയടിക്ക് കാലയ്ക്ക് കളഞ്ഞാ കേട്ടോടാ. ഞാൻ പാമ്പിടിക്കാൻ ബിരിയാണി ഉണ്ടാക്കാൻ അല്ല, അയാൾ പറഞ്ഞു എന്നോട് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു സാറേ. അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു? പറഞ്ഞു. എന്റെ ബലമായ സംശയം എന്തോന്നറിയോ? ഇവര് കള്ളു കുടിച്ചെന്നല്ലേ പറഞ്ഞത്. ഈ ടച്ചിങ്ങിന് വേണ്ടി ഇവൻ ഉണ്ടാക്കിയ ബിരിയാണി ചിലപ്പോ ഇവൻ വിഷം ചേർത്ത് കാണും. അയ്യോ, അപ്പൊ എനിക്ക് ബിരിയാണി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എനിക്ക് വേണ സാർ അത് ചെയ്യണം, ചെയ്താൽ പറ്റും. അല്ല, അത് ഉണ്ടാക്കി ആദ്യം പോലീസുകാർ കൊടുക്കുന്ന മോശം. അത് ആദ്യം എടുക്കടാ, ബിരിയാണി എടുക്കണ മര്യാദ. ആഹാ, നല്ല എടുക്കം വേണം. കഴിക്കല്ലേ? അച്ചാറോട് തരാം. അച്ചാറുണ്ടോ? അച്ചാർ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം. ഹസ്ബൻഡിന്റെ കാര്യം നോക്കാനല്ലേ നമ്മൾ ചെയ്യുന്നത്. ഈ സംഭവം ഇത് ടെസ്റ്റ് ചെയ്താലേ ഹസ്ബൻഡിന്റെ കാര്യം നമുക്ക് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. ബിരിയാണി കുഴപ്പമില്ല, ബിരിയാണി സെറ്റാണ്. പക്ഷേ ഇവനെയാണ് എനിക്ക് ബലമായ സംശയം. സത്യം പറയടാ. ഞാനല്ല. നീയാണോ? എന്റെ പച്ച വെളിച്ചെണ്ണയാണ് സത്യം. ഞാനല്ല. ഞാൻ നിന്റെ പച്ച വെളിച്ചെണ്ണ, നിന്റെ പച്ച വെളിച്ചെണ്ണ. എടാ, നിനക്കെന്നെ അറിയത്തില്ല. 20 പേര് നെഞ്ചു വിരിച്ചു വന്നാലും ഞാൻ ഇടിച്ച് തകർക്കുവാൻ അറിയാവണം. അത്രയ്ക്ക് കൊടും ഭീകരണം ഞാൻ. ഇങ്ങോട്ട് മാറിയിക്കടാ. ഇങ്ങോട്ട് മാറിയിക്കടാ ഇങ്ങോട്ടാ. എന്നെ കളിയാക്കുവാണോടാ? അല്ല, നിനക്കെന്നെ അറിയത്തില്ല. ഒറ്റ ഇടിക്കൊണ്ടില്ല നിന്നെ. നിങ്ങളിത് എന്തോ കാണിക്കുക? എന്റെ ഭർത്താവിന്റെ കാര്യം ഒന്ന് ചോദിക്കും സാറേ. എന്റെ ഭർത്താവിന്റെ കാര്യം ഒന്ന് ചോദിക്കും സാറേ. പിന്നെ ചോദിക്കും സാറേ. എടാ, സത്യം പറയടാ, എവിടെയാണോ കൊണ്ട് കളഞ്ഞേ? എവിടെയാണോ കൊണ്ട് കളഞ്ഞേ? ഇവരാ ചെയ്തത്. ഈ ചേച്ചി കൊന്നതാന്ന് തോന്നുന്നു. ഞാനല്ല. അനാവശ്യമായിട്ടുള്ള വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം. സാറേ, ചോദിക്കും സാറേ, ചോദിക്കും സാറേ. ഞാനല്ല. സത്യം പറയണം. മസാല കൂടുതലായിരുന്നു ബിരിയാണിക്കകത്ത്. വയറിനകത്തൊരു ബൈക്കളം. എന്നെ രക്ഷപ്പെടുത്താവോ? നിന്നെ രക്ഷപ്പെടുത്താൻ പറ. എന്തുവാന്ന്? കരിഞ്ഞായിരുന്നു. ഞാനത് ചെറിയൊരു ക്രിയ ചെയ്ത് വെച്ചായിരുന്നു. എന്താ ക്രിയ? പ്രക്രിയ. ഇത് എന്റെ കയ്യിൽ നിൽക്കുന്ന സംഭവമല്ല. ഞാൻ കമ്പ്യൂട്ടർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷനിൽ പോയി FIR എഴുതാനുള്ള മറ്റേ സംഭവമൊക്കെ എടുത്തോണ്ട് വരാം കേട്ടോ. സാറേ, താമസിക്കല്ലേ സാറേ, ഉപേക്ഷിച്ചിട്ട് വിചാരിക്കല്ലേ സാറേ. ഇല്ല, പെട്ടെന്ന് വരാം ഞാൻ. പറയണേ സാറേ. പെട്ടെന്ന് വരാം. ആ സാറേ, എന്റെ കേസ് ഏറ്റെടുത്തിട്ടാ പോയിക്കുന്നേ. ഇയാളെ കാണിച്ചു തരുവോ? ഞാൻ സത്യം പറയട്ടെ. ചേച്ചി SI നിന്ന കൊണ്ടാ ഞാനത് പറയാഞ്ഞത്. എന്തുവാ? നിങ്ങളെ സാർ ആദ്യമായിട്ട് ബൈക്കത്തല്ലായിരുന്നു ജോലിക്ക് പോയെന്നല്ലേ പറഞ്ഞത്. അന്ന് ചെമ്പിലുള്ള ഒരു പെണ്ണുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു പെൻഷനായി കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെമ്പില് പോകുന്ന. അങ്ങനെ ആ പുള്ളി ചെമ്പിൽ പോയി. ഇല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ചെമ്പിൽ പോയി ആ പെണ്ണോട് താമസിക്കും. അല്ലല്ല, ഞാൻ വിശ്വസിക്കില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു പിത്തക്കാടിയാ നിങ്ങളെ വേണ്ടാന്ന്. അപ്പൊ മാലയും പൊക്കൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് വന്നതാ. എന്നോട് പറഞ്ഞു ബിരിയാണി എടുത്തുകളാ. ബിരിയാണി എടുത്തുകളാ. എന്നിട്ട് താൻ പോയി ഒരു വണ്ടി പഠിക്കേ. ഇപ്പൊ ഞാൻ റെഡി ആയിട്ട് വരാം. അടിപൊളി കാര്യം. സാറിനെ കാണാനില്ല. എവിടെ പോയതാന്ന് അറിഞ്ഞു. ഇനി വേണ്ട, ഇങ്ങോട്ട് വരണോ? ഫംഗ്ഷനും ഇല്ല, ഇവിടെ കുങ്ഷനും ഇല്ല. ഇല്ല, ഞാനേ അയാളെ കണ്ടുപിടിച്ചിട്ട് വന്നിട്ടേ ഉള്ളു കാര്യം. ശരി. നന്ദിയില്ലാത്ത ദാരിദ്ര്യവാസികൾ. എടാ, എന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വന്നിട്ട് എന്റെ ബിരിയാണി തിന്നിട്ട് പോയി. എന്നാന്ന് വിളിക്കാൻ തോന്നിയോടാ നിനക്കൊക്കെ? ഇനി മേലെ എന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ നിന്നെ ഒന്നും വിളിക്കത്തില്ല ഞാൻ. എന്താ ചെയ്യുന്നത്? എന്റെ പെണ്ണുപിള്ള ഇതിന് കൂട്ടുന്നു. കൊണ്ട് നോക്കോ എന്നെ ബാക്കി വിടുന്നു. വണ്ടി വന്നില്ലേ?
ആഹാ പോയിട്ട് പെട്ടെന്ന് വന്നില്ലയോ? എന്തേ അവളെത്തിയേ? എന്തുവാ? അവളെന്തിയാ ചോദിച്ചത്? നിങ്ങൾ ചെമ്പിലായിരുന്നില്ലേ? ഞാൻ ചെമ്പിലായിരുന്നു. ആ എന്തിനു പോയി? എന്തിന്? ആരെ കാണാൻ പോയി? എടി നീ എന്നെ തെള്ളിയിട്ടല്ലോ. നിങ്ങൾ കൂടുതൽ എന്റെ അടുത്ത് ഉരുണ്ട് കളിക്കരുത്. നിങ്ങൾ അവളെ കാണാൻ പോയതാ ചെമ്പില്. എടി ആരെ കാണാൻ പോയെന്ന് പറഞ്ഞു? വേണ്ട, നിങ്ങളെ ഞാൻ തെള്ളിയിട്ടെന്നോ? ഞാൻ തെള്ളിയിട്ടില്ല നിങ്ങളെ. നീ തെള്ളിയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ ചുമ്മാ തർക്കിക്കണം. ഇപ്പൊ വിശ്വാസമായോ നീയാ തെള്ളിയിട്ട്? അതായിരുന്നു. ചേച്ചി വണ്ടി റെഡിയായി, നമുക്ക് പോവാം. വണ്ടി വേണ്ട, അയാള് ചെമ്പിലായിരുന്നു. അതിന് ഞാൻ പറഞ്ഞ ചെമ്പിലുണ്ടെന്ന് പറഞ്ഞ പുള്ളിക്കാരനെ. എടാ ആ ചെമ്പിലല്ലെന്ന്. പിന്നെ? അതുകൊണ്ട് ആ ചെമ്പിലായിരുന്നു. ടീം മാസിന് നല്ലൊരു കൈഡി ആവാം, ഉഷാറൊരു കൈഡി. നമ്മുടെ ഇവിടുത്തെ ആസ്ഥാന വില്ലേജ് ഓഫീസറാ പ്രചോദേട്ടാ. ഉഗ്ര സ്കിറ്റായിരുന്നു, വെട്ടിക്കെട്ട് സ്കിറ്റായിരുന്നു. താങ്ക് യു കേട്ടോ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു സ്കിറ്റ് തിരഞ്ഞെടുത്താൽ നിങ്ങൾ അതിലൊന്ന് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ 3 പേര് മത്സരിച്ചാണ് പെർഫോം ചെയ്തത്. അതായത് ആരാണ് മുന്നിൽ നിൽക്കുന്ന ഒരു വാശി ഉണ്ടായിരുന്നു. ഈ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അതിനകത്ത് ഹ്യൂമർ, അതായത് ആ പേരുകളെല്ലാം ഭയങ്കര രസമാണ്. ക്ഷീണിതൻ വില്ലേജ് ഓഫീസറിന്റെ പേര്, അതുപോലെ കറുകപ്പെട്ട കുട്ടപ്പൻ, സുമിയുടെ സുശീലാദേവി. വിളിച്ച ആളുടെ പേരെന്തായിരുന്നു? ഗ്രാമ്പൂരമണൻ. പിന്നെ മനോജ് ആദ്യം വന്ന് മനോജിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പറേ വന്ന് നമ്മുടെ സുമി വന്നൊരു പെർഫോമൻസ്, എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സുമി ആ എണ്ണ കിടന്നുള്ളൊരു പരിപാടി. അത് ആ ബാലൻസിങ് പരിപാടി, ഇതെല്ലാം കഴിഞ്ഞ് സുമി ഒരു പോക്ക് പോയപ്പോഴും അത് ചുള്ളിയിട്ടാ പോയെ. അതൊക്കെ നമുക്ക് ചിരി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചിരി തന്നാ. പിന്നെ അതുപോലെ അജേഷ് റിട്ടയർമെൻറ്റ് വന്ന് ഇവിടെ വന്നതിന് ശേഷം മാലയിട്ട് വരുന്നൊരു കല്യാണം കഴിച്ചൊരു ഫീൽഡ് പരിപാടി, അത് സുമി നല്ല രസമായിട്ട് വർക്കൗട്ട് ചെയ്തു കേട്ടോ. അതുപോലെ അജേഷെ, ഞാൻ നിങ്ങളെ നമിച്ചു പോകുന്നത് നിങ്ങൾ ആ ചെമ്പിനകത്ത് മുന്നിട്ട് പോയി പോലീസ് വേഷം ഇട്ട് തിരിച്ചു വന്നൊരു ടൈമിങ്. മനോജിൻ്റെ കൗണ്ടറുകളൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. ആ സ്പ്രേ ഇരിക്കുന്ന ഐറ്റം ഒക്കെ നന്നായിരുന്നു. ഓരോ കൗണ്ടറുകളും നിങ്ങൾ കറക്റ്റായിട്ട് പ്ലേ ചെയ്തു, അടിപൊളിയായിരുന്നു. ഉഗ്രൻ കുറേ സ്ലാപ്സ്റ്റിക് കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസമുള്ള സ്കിറ്റായിരുന്നു. നന്നായിട്ട് തമാശകളും കൗണ്ടറുകളും എല്ലാം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ആ വെളിച്ചെണ്ണ മറിഞ്ഞു പോണ ആ സംഭവമൊക്കെ നല്ല എന്തൊരു സിനിമാറ്റിക് മൂഡ് ഉണ്ടായിരുന്നു. എനിക്ക് അതിൽ ഉപരി ഇഷ്ടപ്പെട്ടത് ഈ സുമി പോയത് തന്നെയാണ് കേട്ടോ. സുമി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അതിൽ ചവിട്ടി പോകുമോ അല്ലെങ്കിൽ മാറിപ്പോകുമെന്നാണ്. പക്ഷെ ചവിട്ടിയിട്ട് ആ ഒരു 2 സ്റ്റെപ്പ് സ്ലിപ്പിംഗ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അത് എടുക്കാൻ ഭയങ്കര പാടാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചെമ്പിന്ന് ഇറങ്ങി പോണ സാധനമൊക്കെ ഭയങ്കര സിനിമാറ്റിക് മൂഡായിരുന്നു. അത് നമ്മൾ ശരിക്കും വണ്ടടിച്ചു പോയി. ചെമ്പി കയറി കിടന്ന ഈ വില്ലേജ് ഓഫീസർ അല്ല വന്നാക്കണത്. അതിൻ്റെ 2ൻ്റെയും ആ മാറ്റങ്ങൾ അജേഷ് കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടാ. പിന്നെ നമ്മുടെ മനോജിൻ്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യം, ആദ്യമേ തന്നെ നമ്മൾ അങ്ങോട്ട് വണ്ടടിപ്പിച്ച് കളഞ്ഞിട്ടാ. കാരണം എന്താ കൈപുണ്യം, അയാളിട്ട് കറക്റ്റായിരിക്കും, ഇത്ര ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ കരുതിയ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വെപ്പുകാരനാണ്, ഇങ്ങനെ സദ്യക്കൊക്കെ പോകുന്ന ആളാണെന്ന്. പക്ഷെ അതിൻ്റെ കോമഡി ഇരിക്കണത് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇതെല്ലാം പോയി. അങ്ങനെ ഒരുപാട് തമാശകൾ ഉണ്ടായിരുന്നു. ഓളൊരു ഉഗ്രൻ സാധനം. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല കൗണ്ടറുകളും നല്ല പെർഫോമൻസും നല്ല സ്കിറ്റുകളും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിരുന്നു. താങ്ക് യു. പക്ഷെ അതിഗംഭീരമാക്കാമായിരുന്നു. കാര്യം നമ്മളൊരു സാധനം കണ്ട് ആസ്വദിച്ച് വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് തന്നെയുണ്ട് എവിടെയോ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. ആ എണ്ണയ്ക്കകത്ത് കിടന്ന് സുമി ഞാൻ ഇവനോട് കിടന്ന് മെഴുകണമായിരുന്നു. അത് കറക്റ്റായിട്ട് ആ എണ്ണയുടെ പ്ലേ കറക്റ്റായിട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ സാധനവും നമുക്ക് ഇന്ന രീതിയിലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുദ്ദേശിച്ച സാധനവും അവിടെ വർക്കൗട്ടായിട്ടില്ല. ആ ഒരു പോർഷൻസ് ആ ചില ഭാഗങ്ങൾക്ക് മാത്രം ഇച്ചിരി ലാഗ് വന്ന് ഫീൽ ചെയ്തേ ഉള്ളൂ. പക്ഷെ നല്ല ഗംഭീരമായൊരു സബ്ജക്റ്റായിരുന്നു, നല്ലൊരു സ്ക്രിപ്റ്റായിരുന്നു. നമുക്ക് കാണുമ്പോൾ അതൊരു നമ്മുടെ വീട്ടിൽ നടക്കുന്നൊരു സ്വാഭാവിക സംഭവമായിട്ട് നമുക്കത് മനസ്സിലാകും. ആ രീതിയിലാണ് നിങ്ങൾ ഡയലോഗ് പ്രസൻറ്റേഷൻ, നിങ്ങൾ ഡയലോഗ് എഴുതുന്നതും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിരുന്നു. താങ്ക് യു. ആരാണ് ആദ്യം പൈസ തരുന്നത്? വിജുക്കുട്ടൻ തരട്ടെ. ഞാൻ കൊടുക്കാം. ഞാനൊരു 13,000 രൂപ കൊടുക്കാം. 13,000 രൂപ. ഓക്കെ, നസീർക്ക? ഞാനും 13,000 രൂപ. 26,000 രൂപ ആയിട്ടുണ്ട്. പ്രചോദേട്ടാ അയച്ചോ? പിടിച്ചു. ടോട്ടൽ എമൗണ്ട് 20,000 രൂപ. നല്ല എമൗണ്ടാണ്. അപ്പൊ ഉഷാറായിട്ട് പോട്ടെ. ശരി, ആസ്ഥാന വില്ലേജ് ഓഫീസർ, നമുക്കൊരു പരിപാടി ഉണ്ട്. ഒരു 10 പേർക്ക് ബിരിയാണി വേണം കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആയാലോ? ഞങ്ങൾ ആലോചിക്കുമായിരുന്നു എന്താണ് നീ സ്പെഷ്യലുമായിട്ട് വരാത്തത്. കാര്യമല്ല, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്, കണിമംഗലത്ത് നിന്ന്. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ലെറ്റ്സ് വെൽക്കം വിനോദ് ചേട്ടൻ.
ചേട്ടാ വെൽക്കം. പറയൂ വിനീഷ് ചേട്ടാ. വിനീഷ് ചേട്ടനെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. വിനീഷ് കണിമംഗലത്തുനിന്ന് അറിയാം. ഞാൻ ഒരു ഡ്രൈവിംഗ് സ്കൂളാണ് നടത്തുന്നത്. അത് അച്ഛനായിട്ടൊക്കെ തുടങ്ങിയതാണ്. പിന്നെ നമ്മുടെ വയസ്സ് 18ആയപ്പോൾ തന്നെ ആ ജോലിയിലേക്ക് തന്നെ കണ്ട് ഇറങ്ങേണ്ടി വന്നു. അപ്പൊ നല്ല ക്ഷമയുള്ള ആളാണ്, അങ്ങനെയും പറയാം. ഡ്രൈവിംഗ് സ്കൂളിലെ പേരെന്താണ്? ഇന്ത്യൻ എന്നാണ്. ഇന്ത്യൻ. തൃശ്ശൂർ പഴയ സ്കൂളാണ്. ഒരു 75 തൊട്ടുണ്ട്. ഈ കണിമംഗലം തന്നെയാണോ അത്? ആ കുറുക്കഞ്ചേരി കണിമംഗലം. ഏകദേശം എത്ര പേരെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് കാണും? അങ്ങനെ ഒരു ചിത്രമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 91 തൊട്ട് തന്നെ ഉണ്ട്. 91 മുതല്. ഒരു വിശ്വസ്ത സ്ഥാപനമാണല്ലേ? അതെ അതെ. പിന്നെ ഒരു കുടുംബമൊക്കെ ആയിട്ടാണ്. അതായത് അച്ഛനമ്മ അനിയൻ ചേട്ടൻ എല്ലാവരും ഇതിൽ തന്നെ. അതിൽ നിന്ന് ഇതിലേക്കുള്ള ഒരു ടേണിങ് ശരിക്കും ഇങ്ങനെ നമുക്കൊരു തിരിച്ചറിവൊക്കെ ഉണ്ടാവുന്നത് ഒരു ആ കോവിഡ് ടൈമിലൊക്കെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ പാടുന്ന പോലെ മൂളിപ്പാട്ടൊക്കെ പാടി പോയിരിക്കും. ഒരു 6 മാസത്തോളം ഒരു തൊഴിലില്ലാണ്ട് ഇരിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാർ മേക്കർ പോലത്തെ ആപ്പിലൊക്കെ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് പാടി അങ്ങനെയാണ് പോയത്. അല്ല, അങ്ങനെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും വേദിയിലേക്ക് വന്നു ആ ഒരു സമയത്ത്. ബാക്കി വിശേഷം നമുക്ക് മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് അങ്ങോട്ടാക്കാം. ആവാം. ഏതാണ് ആദ്യത്തെ പാട്ട്? ചന്ദനമണിവാതിൽ. പൊളിക്കും. ചന്ദനമണിവാതിൽ പാതിചാരി ോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? ചന്ദനമണിവാതിൽ പാതിചാരി ോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ, നാണം പൂത്തുവിരിഞ്ഞ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ, മായാവിരലുകൾ തൊട്ടാൽ മലരുന്ന മാദക മൗനങ്ങൾ നമ്മളല്ലേ. ചന്ദനമണിവാതിൽ പാതിചാരി ോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? ചന്ദനമണിവാതിൽ പാതിചാരി ോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ? നല്ലൊരു കൈയടി കേട്ടോ. ആദ്യമായിട്ടാണോ ഇങ്ങനൊരു? തീർച്ചയായിട്ടും സ്റ്റേജിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മളാ ഒരു ഫാമിലി ഫങ്ഷൻസ് അങ്ങനത്തെ പരിപാടിയിലല്ലാതെ ഒരു സ്റ്റേജ് ഞാൻ ഇതുവരെ പോയിട്ടില്ല.
ചേട്ടാ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അത് ഇത്രയും മനോഹരമായിട്ട് പാടിയിട്ട് എന്താണ് ഇത്ര ഈ കൊറോണയുടെ നാള് വരെയും ഇങ്ങനെ ആയിപ്പോയത്? നേരത്തെ അറിയാൻ പാടുണ്ടായിരുന്നു. നമ്മുടെ തൊഴിലായിട്ട് ബന്ധപ്പെട്ട കാര്യം അത്. കാരണം രാവിലെ ഒരു 5-5:30 ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി വരെയും നിർത്താതെ ജോലിയാണ്. പിന്നെ അങ്ങനെ ഒരു ഇതിലേക്ക് തിരിയാൻ അങ്ങനെ തോന്നിയില്ല. ആ ഒരു സൗഹൃദ സാഹസിലൊക്കെ അങ്ങനെ പാടുന്നല്ലേ. നമുക്ക് തന്നെ ഒരു ബോധ്യമാവണത് ഏകദേശം ആ സമയത്താണ് പാടുന്നുള്ളത് തന്നെ. അതെ. ആരെ ഇമിറ്റേറ്റ് ചെയ്യാതെ സ്വന്തം വോയിസിൽ തന്നെ ഒരു ആഗ്രഹം, ആ ആഗ്രഹം സഫലമാക്കുക, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് കൂടുതലായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ലല്ലേ? ഇല്ല. വീട്ടിലാരൊക്കെയുണ്ട്? വൈഫ്, മോള്, മോൻ. വൈഫിന്റെ പേരെന്താ? തറവാട്ടിലുണ്ട്. വൈഫിന്റെ പേരെന്താ? ബിന്ദു. മക്കള് മോള്, മൂത്ത മോള് അഞ്ജന, രണ്ടാമത്തെ മകനാണ് മഹാദേവ്. പഠിക്കണ അല്ലെങ്കിൽ മോൻ +1 മോള് PG ഒക്കെ കഴിഞ്ഞു. പുറത്ത് പഠിക്കണേ. ജോലി. അഞ്ജന മഹാദേവ്. അവര് രണ്ടുപേരും പാട്ട് പാടുവോ അല്ലെങ്കിൽ വൈഫ് പാടുവോ? ഇല്ല, ഇത് എൻ്റെ അച്ഛൻ വഴിക്കാണ്. അതായത് അച്ഛൻ പാടുമായിരുന്നു, പക്ഷെ ആൾക്കും ഇങ്ങനെ ഒന്നുള്ളത് ഉണ്ടായില്ല. ആളെ ഡ്രൈവിങ്ങിലൊക്കെ കൂടി പാടി അങ്ങനെ തന്നെ. അച്ഛൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അങ്ങനെ ഒരു തോന്നലുണ്ടായില്ല. വണ്ടിയോടായിരുന്നു ക്രൈസ് മുഴുവൻ. അപ്പൊ നേരത്തെ അല്ലേ? തീർച്ചയായിട്ടും. അടുത്ത പാട്ട് ഏതാ ചേട്ടാ? മെല്ലെ നമുക്ക് പാടാം. മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയാൽ കുടഞ്ഞതാരോ മെല്ലെ മുഖപടം തെല്ലൊതുക്കി എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂ തുമ്പപ്പൂവായി വീരിഞ്ഞു മെല്ലെ മുഖപടം തെല്ലൊതുക്കി മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോരാലോലം ആനന്ദനൃത്തമാർന്നു ആലോലം ആനന്ദനൃത്തമാർന്നു മുഖപടം
നൽകി കല്യാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി അരുമയായി കുടഞ്ഞതാരോ. നല്ല സെലക്ഷനാണ് പാട്ടിന്റെ. വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. നല്ല സോളാണ്. എന്റെ ഭയങ്കര ഹെവി, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹെവിയാണ് ഈ പാട്ട്. പക്ഷെ എങ്ങനെയാലും പാടാൻ സാധിക്കും. ഇഷ്ടമുള്ളതുകൊണ്ട് സ്നേഹിച്ചാണ് പാടുന്നത്. അതെ 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 അതെ. അതാണ് അത്രയും ഭംഗിയായിട്ട് നമുക്ക് ഭയങ്കര സുഖമായിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. ഇത് ഇനി സീരിയസ് ആയിട്ട് എന്താണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻ? ഇനി അല്ല, ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇനി അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കാം. അതെ, എന്തായാലും ആഗ്രഹമുണ്ട്, വന്നാ നടക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആവട്ടെ അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അതെ. അടുത്ത പാട്ട് ഏതാണ്? ഇനിയൊരു പഴയ പാട്ടാണ്. കുയിലിൻ്റെ മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു മണിനാദം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു കുറുമൊഴി മുല്ല പൂങ്കാട്ടിൽ രണ്ട് കുവലയ പൂക്കൾ വിടുന്നു കുയിലിൻ്റെ മണിനാദം കേട്ടു. മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി ആമിഴിത്താമരപ്പൂവിൽ നിന്നും ആശാപരാഗം പരന്നു ആവർണരാഗപരാഗം എൻ്റെ ജീവനിൽ പുൽകിപ്പടർന്നു കുയിലിൻ്റെ മണിനാദം കേട്ടു. സൂപ്പർ. നല്ലൊരു ഐഡിയ ആവാം. ഉഗ്രനല്ലേ? ഉഗ്രം പാട്ട്. അങ്ങനെ ഇല്ലാതായ പോലെ. ഇത് ശരിക്കും റേഡിയോ കേട്ട പോലെ തന്നെ ഉണ്ട് അല്ലേ? നല്ല ഫീലാണ്. വിനേഷന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നല്ല ഫീലോട് കൂടി പാടുന്നു എന്നുള്ളതാണ്. സന്തോഷം. കാര്യം അതുകൊണ്ടാണ് നമുക്ക് കേൾക്കാനും അത് ഇഷ്ടം. കാര്യം ഈ പറയുന്ന ആരെയും അനുകരിക്കാതെ സ്വന്തം ശബ്ദത്തിൽ വൃത്തിയായിട്ട് പാടുന്നു എന്നുള്ളതാണ്. ആ ഒരു സോളുണ്ട്. സോങ് സെലക്ഷൻസ് നല്ല രസമുണ്ട് കേട്ടോ. സോങ് സെലക്ഷൻ നല്ല പാട്ടുകളല്ലേ? എല്ലാം നല്ല പാട്ടുകളായിരുന്നു. അത് മനോഹരമായിട്ട് പാടുകയും ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ സ്വയസിദ്ധമായ സൗണ്ടിലാണ് പാടുന്നത്. ആരും അനുകരിക്കണില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ന്യൂജൻ സിനിമകളിലും ന്യൂജൻ ഈ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന ആളുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയൊരു സൗണ്ടാണ് അല്ലേ? ഇപ്പോഴത്തെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി നോക്കിയിട്ടാണ് ആളുകൾ ഒരു പാട്ടിനും അതിൻ്റെതായ ശബ്ദം അവർ മനസ്സിൽ നേരത്തെ കണ്ടുകൊണ്ടാണ് പാട്ട് എഴുതുന്നതും സംഗീതമൊക്കെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ശബ്ദം എനിക്ക് തോന്നുന്നത് വളരെ വിലപ്പെട്ടതാണെന്നാണ് ഈ സമയത്ത്. നല്ല ടെക്സ്ചറും നല്ല എന്താ പറയുന്ന ഒരു അത്രയധികം ലൈഫുണ്ട്. പാട്ടുകളും അത്രയധികം പാട്ടുകാരുള്ളിടത്ത് സ്വന്തമായിട്ട് ഐഡന്റിറ്റി വോയിസിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് സ്വതസിദ്ധമായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ബ്ലെസ്ഡ് ആണ്. ഒരു സ്ഥലങ്ങളിൽ യേശുദാസിനെയോ അല്ലെങ്കിൽ ഗോപാൽ സാറിനെയോ ആരെയും അനുകരിച്ചിട്ടില്ല. പുള്ളിയുടെ ആ ശബ്ദത്തിൽ പുള്ളി അതങ്ങ് പാടി. അതാണ് വേണ്ടത്. അത് തന്നെയല്ല ജീവ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ ദിലീപ ചേച്ചി നേരത്തെ പണ്ട് പാടിയൊരു പാട്ട് ഇപ്പോൾ ഭയങ്കര വൈറലാണ്.
മറ്റേ നമ്മളൊരു ഫോക്ക് കിഴക്ക് സൂര്യൻ ഉദിച്ച് ആ പാട്ട് കേട്ടിരുന്നു അത് കേട്ടോ. അത് പിന്നെ ഫെജോയുടെ വഴികാട്ടി എന്ന് പറയുന്ന മിക്സിലുള്ളതാ. അതെന്ത് രസമായിട്ടല്ലേ. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വിനോഷേട്ട ഇൻഡിപെൻഡന്റ് മ്യൂസിക് നമ്മൾ അത്രയും സ്വീകരിക്കുന്ന കാലമാണ്. ഓരോ ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻസിനെയും നമ്മൾ അത്രയും സ്വീകരിക്കുന്ന കാര്യം. അത് ആ മേഖല ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ധൈര്യമായിട്ട് ഓക്കെ, അത് വേറൊരാൾ ഓടിക്കുമ്പോൾ അത്രയും ധൈര്യത്തിലാണ് വിനോഷേട്ടൻ ഇരിക്കുന്നത്. അത്രയും ധൈര്യം പോലും വേണ്ട ഇതിനകത്തില്. അപ്പൊ ധൈര്യമായിട്ട് ഇറങ്ങുക. വഴി വെട്ടി തന്നു. അതെ, ഇങ്ങനെ പോയാൽ മതി. അപ്പൊ ഇനി ഉഷാറായിട്ട് അങ്ങോട്ട് പാട്ടും ഒപ്പം കൂട്ടുക. പാട്ടിനെ സ്നേഹിച്ച പോലെ പാട്ടും തിരിച്ച് സ്നേഹിക്കും. ഓക്കെ, താങ്ക് യു വിനോഷേട്ടാ. ഒത്തിരി സന്തോഷം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നല്ല നല്ല പാട്ടുകളുടെ ലിസ്റ്റുമായിട്ട് ഇതിലേ പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തേക്ക് ഒന്ന് കയറിയിട്ട് പോകണം. ഓക്കെ വിനോഷേട്ടൻ, നല്ലൊരു കാര്യം കേട്ടോ. താങ്ക് യു. അപ്പൊ അതുപോലെ ഇന്നത്തെ എപ്പിസോഡ് സംഭവബഹുലമായ ഒരുപാട് ചിരികൾ നിറഞ്ഞ, ഒരുപാട് തമാശകൾ നിറഞ്ഞ സ്കിറ്റ്, നമ്മുടെ നാട്ടിലെ കോമഡിക്കാർ സ്പെഷ്യല്, അങ്ങനെ നമ്മൾ ചിരിച്ച് നമ്മൾ അവശരായി കഴിഞ്ഞു. ഇനിയും റീചാർജ് ചെയ്യാനുള്ള സമയമാണ്, നന്നായിട്ട് ഉറങ്ങാനുള്ള സമയമാണ്. എല്ലാവരും വീട്ടിൽ പോയി നന്നായിട്ട് ഉറങ്ങാൻ ഭക്ഷണം കഴിച്ച് ഞാനും പോകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.